ഇഷ്ടമുള്ളവരുമായി നമ്മൾ കാണുകയോ അവരുമായി സഹകരിക്കുകയോ അവരുടെ സ്പർശങ്ങളേറ്റ് ഒന്ന് തൊടുന്ന സമയത്ത് നമ്മളിൽ ഈ പറയുന്ന ഇമോഷൻസ് മുഴുവനും കൂടെ, കാരണം ജീവൻ്റെ അടിസ്ഥാനമാണ് ലൈംഗികത എന്ന് പറയുന്നത്. അടുത്ത തലമുറ ഉണ്ടാക്കുന്നതിന് വേണ്ടി ശരീരം മുഴുവനും കൂടെ ഒരുങ്ങുന്ന സാധനം. പിന്നെ വിശപ്പിനേക്കാളും ശക്തമായിട്ട് കിട്ടുന്നവരുണ്ടാകും. പട്ടിണി കിടന്നിട്ട് പോലും നമ്മൾ ഈ പ്രണയം സാക്ഷാത്കരിക്കാനായിട്ട് നിൽക്കും. ജീവൻ നിലനിർത്തുന്നതിൻ്റെ ആവശ്യമാണ്, ജീവൻ തുടരുന്നതിൻ്റെ ആവശ്യമാണ്. അത് കാരണം പ്രണയത്തിന് അത്ര വലിയ ശക്തി വരും. ഇണകൾ എന്ന് പറയുന്നവർ ഒന്നിച്ചിരിക്കുന്ന സമയത്ത് അതിന് ന്യായം പറയേണ്ടി വരും. ആ ന്യായം പറയുന്നിടത്താണ് ഇയാൾ ഈ പറയുന്നത്, ഞങ്ങൾ തമ്മിൽ സുഹൃത്തുക്കൾ മാത്രമാണ്, ഞങ്ങൾ ഇലക്ട്രോണിക് ലവ് എന്ന് പണ്ട് പറയുന്നത്, ശരീരമില്ല, ഞങ്ങൾക്ക് പ്രണയം മാത്രമേ ഉള്ളൂ, ഞങ്ങൾ കുഞ്ഞുങ്ങളെ ഉണ്ടാക്കുന്ന ഒരു പണിയിലും ഏർപ്പെടത്തില്ല എന്ന് പറയുന്ന നിലവാരത്തിലൊക്കെ ആളുകൾ അഭിനയിക്കാൻ തുടങ്ങുന്നത് എങ്ങനെയാണ്? ഞങ്ങളുടെ പ്രണയം എന്ന് പറയുന്നത് ഉദാത്തമാണ്. ഉദാത്തം എന്ന് പറഞ്ഞാൽ ലൈംഗികബന്ധത്തിൽ ഏർപ്പെടുന്നില്ലെന്നാണ്. ഇങ്ങനെയാണത്. അപ്പോൾ ഇത്തരത്തിലുള്ള കപടമായിട്ടുള്ള മൂല്യങ്ങൾ ലോകം മുഴുവനും ഉണ്ടായത് ഈ തട്ട് സമൂഹത്തിനകത്ത് ന്യായം പറയേണ്ടി വരുന്നവർ. പ്രണയം എണ്ണകളെ തിരഞ്ഞെടുക്കുന്ന ഒരു പ്രവൃത്തിയാണ്. അതൊരു വൈകാരികമായ നമ്മുടെ തിരഞ്ഞെടുപ്പ് നല്ലതാണോ ചീത്തയാണോ എന്ന് തോന്നുന്ന എല്ലാ വശങ്ങളും അതിനകത്ത് നിൽക്കും. തിരഞ്ഞെടുപ്പിനെ പറ്റിയാണ് നമ്മളത്. പക്ഷേ അത് പണ്ട് കാലത്ത് ആരെങ്കിലും തടസ്സം പിടിക്കുന്ന ഒരു കാര്യമൊന്നുമല്ല. നമ്മൾ ഇന്നൊക്കെ ഇതൊക്കെ സംസാരിക്കുന്ന സമയത്ത് വളരെ സ്ട്രക്ചേർഡായിട്ടുള്ള, വളരെ ഘടനാപരമായി ശരിതെറ്റുകൾ പഠിപ്പിച്ച് ഉണ്ടാക്കിയ ഒരു സമൂഹത്തിന് മുമ്പും മനുഷ്യർ പ്രണയിച്ചിരുന്നു എന്നറിയേണ്ടത്. നൂറുകണക്കിന് സ്ത്രീകൾ നിൽക്കുന്നതിനിടയ്ക്കുന്ന ഒരാളെ ഒരു പുരുഷൻ തിരഞ്ഞെടുക്കുന്നതോ, അല്ലെങ്കിൽ ഒരു പുരുഷനെ നൂറുകണക്കിന് പുരുഷന്മാർ നിൽക്കുന്നതിനിടയ്ക്കുന്ന ഒരു സ്ത്രീ തിരഞ്ഞെടുക്കുന്നതോ ഒക്കെ ആയിട്ട്, ഇനി അതിൻ്റെ അങ്ങനല്ല, സ്ത്രീയും പുരുഷനുമല്ലാത്തവർക്ക് പോലും ഇണകളോട് തോന്നുന്ന ഒരു ഇഷ്ടമുണ്ട്. ഇവരെ എനിക്ക് ഇണയാക്കണം എന്ന് തോന്നുന്ന, അതൊരു വളരെ സ്വാഭാവികമായ ഒരു കാര്യമായിരുന്നു ഗോത്രങ്ങളുടെ കാലത്ത്. അത് അന്ന് ആരെങ്കിലും തടസ്സം നിൽക്കുന്ന ഒന്നില്ല. അതുകൊണ്ട് പ്രായപൂർത്തിയായ ആളുകളോ പ്രായപൂർത്തി അല്ലാത്തവർക്ക് പോലും അത്തരത്തിലുള്ള ഇഷ്ടങ്ങളുണ്ടാകും. ഇതൊരു തെറ്റും ശരിയുടെ യുക്തിക്കകത്തൊന്നും ഒരു കാലത്തും ഉണ്ടായിരുന്നില്ല. തെറ്റും ശരിയും ചെയ്യരുത്, ശരി എന്നൊക്കെ പറയുന്ന ചർച്ചയൊക്കെ ആരംഭിക്കുന്നത് ഗോത്രകാലത്തല്ല. വളരെ കൃത്യമായിട്ട് ഈ കാർഷിക സമൂഹം ഉണ്ടാകുകയും മറ്റ് ആളുകളെ വിളിച്ചുകൊണ്ടുവന്ന് എന്ന് പറഞ്ഞാൽ മറ്റ് ഒരു ഗോത്രത്തിനെ തോൽപ്പിച്ച് അവിടെയുള്ള പുരുഷനെയും സ്ത്രീകളെയെല്ലാം അടിമകളാക്കി കൊണ്ടുവരുന്ന സമയം തൊട്ടാണ് ലൈംഗിക നിയന്ത്രണങ്ങളുണ്ടായത്. മറ്റേ സ്ത്രീകൾക്ക് ഇഷ്ടപ്പെടുന്ന പുരുഷനുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് തടസ്സമേ അല്ലായിരുന്നു. അങ്ങനൊരു ആരെങ്കിലും അത് ശരിയോ തെറ്റോ എന്നുള്ള ചർച്ച ചെയ്യുന്നില്ല, അവരുടെ മാത്രമേ ഒരു പ്രശ്നമായിരുന്നു അത്. കുഞ്ഞുങ്ങളുണ്ടാകുക വളരെ സ്വാഭാവികമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടവർക്ക് ചിലർക്ക് ഗർഭം ഉണ്ടാകും. എല്ലാ ലൈംഗിക ബന്ധത്തിൽ നിന്നും ഗർഭം ഉണ്ടാകത്തില്ലല്ലോ. അത് കാരണം കൊണ്ട് ലൈംഗിക ബന്ധം എന്ന് പറയുന്നത് ഇഷ്ടം കൊണ്ട് ചെയ്യുന്ന ഒരു പ്രവൃത്തിയായിരുന്നു. അതിന് ആരും തടസ്സം നിന്നിരുന്ന ഒരു സ്ഥലവും ഈ ഗോത്രകാലങ്ങളിലില്ല. ആകെ ഒരു കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നത് പുരുഷന്മാർ തമ്മിലാണ്. ഒരു പുരുഷനൊരു സ്ത്രീയോട് ഇഷ്ടം തോന്നുമ്പോൾ തന്നെ വേറൊരു പുരുഷന് ഇഷ്ടം തോന്നുന്നു, അവർ തമ്മിൽ മേറ്റിംഗ് റൈറ്റ് എന്ന് പറയുന്ന സാധനം, ഇണചേരാനുള്ള അവകാശത്തിന് വേണ്ടി പൊരുതുക എന്ന് പറയുന്ന സാധനമായിരുന്നു. അങ്ങനെയാണ് പുരുഷന്മാർ ബലമുള്ളവരായി മാറുന്നതിൻ്റെ പ്രധാന കാരണം അത്. അപ്പോൾ അത് നമ്മൾ അങ്ങനെയൊക്കെ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതൊക്കെ അടിസ്ഥാനപരമായിട്ട് മനുഷ്യരെങ്ങനെയായിരുന്നു എന്നുള്ളത്. തട്ട് സമൂഹം എന്ന് നമ്മൾ പറയുന്ന ഹെറാർക്കിക്കലായ സമൂഹം ഉണ്ടാകുന്നത് അടിമകളുണ്ടാകുമ്പോൾ. അടിമകളുണ്ടാകുമ്പോൾ ആണും പെണ്ണും അടിമയായി മാറുന്ന ഒരു സ്ഥലമുണ്ടായി. മറ്റേതെന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീ ഒരു പുരുഷനെ ഇഷ്ടപ്പെട്ടാൽ ഏത് ഗോത്രത്തിലുള്ളവരായാലും ആ ഗോത്രങ്ങൾ തമ്മിൽ ചേർന്ന് ജീവിക്കാതിരിക്കുമ്പോഴും സ്ത്രീ പുരുഷനോടൊത്ത് മറ്റ് ഗോത്രത്തിലേക്ക് വരുമായിരുന്നു. ആ സമയത്ത് അതാത് ഗോത്രത്തിലുള്ള പുരുഷന്മാർ ഈ കൊണ്ടുവരുന്ന പുരുഷനും തമ്മിൽ അടിയിടുക എന്ന് പറയുന്നത് ഒരു വളരെ സ്വാഭാവികമായിട്ട് നടന്നിരുന്നൊരു കാര്യമാണ്. പക്ഷേ ആ സ്ത്രീ വന്നാൽ ഈ ഗോത്രത്തിനകത്തെ അംഗമാകും. ഈ പുരുഷനോടൊപ്പം വരുന്ന ഒരു സംഭവം മാത്രമായിരുന്നു. പക്ഷേ അടിമയായി പിടിച്ചു പുരുഷന്മാരെ കൊണ്ടുവരാൻ തുടങ്ങിയപ്പോഴാണ് വ്യത്യാസങ്ങൾ ആരംഭിച്ചത്. അടിമകളാക്കി പുരുഷന്മാരോടൊപ്പം ആ ഗോത്രത്തിലെ സ്ത്രീകളും ജീവിക്കാൻ തുടങ്ങിയപ്പോഴാണ് ആദ്യമായിട്ട് അടിമ പുരുഷന്മാരും അടിമ സ്ത്രീകളും ഉണ്ടായി. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്.
ഒരു സമൂഹത്തിനകത്ത് 2 തട്ടിലുള്ള മനുഷ്യരുണ്ടായതാണ് ബാക്കി ഇന്ന് നമ്മൾ ഈ കാണുന്ന ഇപ്പം ഇയാൾ ഈ ചോദിക്കുന്ന ചോദ്യത്തിൻ്റെയൊക്കെ ഉറവിടമായി മാറുന്നത് അവിടെയാണ്. ഒരു ഗോത്രത്തിനകത്ത് മറ്റൊരു ഗോത്രത്തിനെ പിടിച്ചു കൊണ്ടുവന്ന് അടിമകളാക്കി കഴിഞ്ഞപ്പോൾ അവിടുത്തെ സ്ത്രീകൾ ഈ അടിമ പുരുഷന്മാരെ ഇഷ്ടപ്പെട്ടപ്പോൾ അടിമ പുരുഷന്മാരുമായി ബന്ധം ഉണ്ടാകുമ്പോൾ ആ കുഞ്ഞ് താഴത്തെ തട്ടിൽ നിന്ന് മേൽത്തട്ടിലേക്ക് വരും. അപ്പോഴാണ് ആദ്യമായിട്ട് മേൽത്തട്ടിലുണ്ടായിരിക്കുന്ന പുരുഷന്മാർ പറഞ്ഞ് നിനക്ക് അങ്ങനെ ഇഷ്ടമുള്ളവരുമായിട്ട് അങ്ങ് ബന്ധം ഉണ്ടാക്കാൻ പറ്റത്തില്ല എന്ന് പറയുന്നത്. ആദ്യമായിട്ട് ലൈംഗിക നിയന്ത്രണം സ്ത്രീകളുടെ മുകളിൽ ഉണ്ടാകുന്നത് തട്ട് സമൂഹത്തിന് ബ്രേക്ക് ചെയ്യുന്ന. അപ്പോൾ ഇത് ഭഗവത്ഗീതയ്ക്കകത്ത് ഏറ്റവും വലിയ അപകടകരമായൊരു കാര്യമായിട്ട് അർജുനൻ പറയുന്നുണ്ട്, സങ്കരവർഗം ഉണ്ടാകും. അന്ന് തൊട്ടാണ് നമ്മൾ ഇന്ന് ഈ പറയുന്ന പ്രണയത്തിന് അങ്ങനെ നിയന്ത്രണങ്ങൾ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പിനാണ് ഈ നിയന്ത്രണം ഉണ്ടായത്. അല്ല പ്രണയം മാത്രമല്ല, തെരഞ്ഞെടുപ്പിനാണ് നിയന്ത്രണം ഉണ്ടായത്. സ്ത്രീകൾക്ക് അങ്ങനെ തിരഞ്ഞെടുക്കാൻ അവകാശമില്ല. അപ്പോൾ മേൽത്തട്ടിലെ പുരുഷന്മാർ മാത്രമേ അവരുടെ ഇടയിൽ നിന്ന് ചൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോഴാണ് നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടായ ഈ സ്വയംവരം എന്നാണ് പറയുന്നത്. പക്ഷേ PSC ടെസ്റ്റ് നടത്തി സെലക്ഷൻ നടത്തി നിർത്തിയിരിക്കുന്നവരെ മാത്രമേ എടുക്കാൻ പറ്റൂ. അല്ലാതെ ഇഷ്ടം പോലെ അങ്ങോട്ടങ്ങ് പ്രണയിക്കാൻ അനുവാദമില്ലാതെ. അത് ഈ മേൽത്തട്ടും താഴ്ത്തട്ടും ഉണ്ടായപ്പോഴാണ് അതുണ്ടായത്. അതുവരെ അങ്ങനെ ഒരു കാര്യമേ ഇല്ല. കുഞ്ഞുങ്ങളുണ്ടാകുന്നതാണ് ഇതിന് കാരണമെന്ന് ബയോളജിയിൽ നമ്മൾ പറയുമ്പോഴും എല്ലാ ബന്ധങ്ങളിലും അതൊന്നും കുഞ്ഞുണ്ടാകണമെന്ന് നിർബന്ധമൊന്നുമില്ല. അങ്ങനെയാണല്ലോ മച്ചി എന്നുള്ള വാക്കും വന്ധ്യ എന്നുള്ള വാക്കുമൊക്കെ ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ അങ്ങനത്തെ മച്ചിയും ഇതൊന്നും അല്ലാതെ തന്നെ ആണും പെണ്ണും അല്ലാത്ത മനുഷ്യരും പ്രണയിക്കും എന്നുള്ളതാണ്. ഇണ ചേരുകയും ചെയ്യും, അതിനകത്തൊന്നും കുഞ്ഞുങ്ങളുണ്ടാകാതിരിക്കുകയും ചെയ്യും. അപ്പം ഇതൊക്കെ നമുക്ക് കാണാം. മനുഷ്യരുടെ ഇടയിൽ മാത്രമുള്ള കാര്യമല്ല, മറ്റ് ജീവികളുടെ ഇടയിലും ഉണ്ടായിരുന്നതാണ്. അപ്പോൾ ആ നിലവാരത്തിൽ ഇണകളെ തിരഞ്ഞെടുക്കുന്ന എന്നാൽ ഇതിന് ഡ്രൈവിംഗ് ഫോഴ്സായിട്ട് നിൽക്കുന്ന ഈ കുഞ്ഞുങ്ങളെ ഉണ്ടാക്കുന്നതിന് വേണ്ടി തന്നെയാണ്. അതിന് സംശയമൊന്നും നമുക്ക് വേണം. ആ ബയോളജി ഇല്ലാതായിട്ടൊരു സംസ്കാരമൊന്നും ലോകത്തില്ല. ആ തെരഞ്ഞെടുപ്പിന് ഇഷ്ടമുള്ളതുപോലെ തിരഞ്ഞെടുക്കാൻ സ്ത്രീകൾക്ക് അവകാശമില്ലാതാകുന്ന അന്ന് തൊട്ടാണ് നമ്മൾ ഈ രഹസ്യമായ പ്രണയങ്ങളുമൊക്കെ ഉണ്ടായത്. അതിൻ്റെ ചരിത്രമാണ് പിന്നെ നമ്മൾ ഈ പറയുന്ന. അപ്പം വിലക്കുകളെ ഭേദിച്ച് പ്രണയിക്കുന്നതിൻ്റെ കഥകളാണ് ലോകവ്യാപകമായുള്ളത്. ലൈലയും മജ്നുവും റോമിയോ ആൻഡ് ജൂലിയറ്റും അന്ന കർണീനയും ഹെലൻ ഓഫ് ട്രോയിയുടെ പാരീസുമായിട്ടുള്ള ബന്ധം, ഇതെല്ലാം നമ്മളിങ്ങനെ എടുത്താൽ ലോകവ്യാപകമായി നമുക്ക് ഈ കാണാം. ഈ കാർഷിക സമൂഹത്തിനകത്തു നിന്ന് നഗരങ്ങൾ രൂപപ്പെടാൻ തുടങ്ങിയപ്പോൾ തൊട്ട് ഈ തട്ട് സമൂഹങ്ങൾ ഏണിപ്പടി പോലുള്ള താഴെ തട്ട് മേളെ തട്ടൊക്കെ ഉണ്ടായ സമയത്താണ് ഈ നിയന്ത്രണത്തിൻ്റെതായ ലോകങ്ങൾ വരികയും അവിടെ പ്രണയം എന്ന് പറയുന്നത് ഈ പറയുന്ന ജീവന് വില കൊടുത്ത് മരിച്ചും പ്രണയിക്കുക എന്ന് പറയുന്ന നിലവാരത്തിലുള്ള ചലഞ്ചസ് ഒക്കെ വരാൻ തുടങ്ങി. അപ്പോൾ രഹസ്യ സ്വഭാവം പ്രണയത്തിന് പല ലെവലിൽ ഉണ്ടാകാൻ തുടങ്ങിയത് അതിനുശേഷമാണ്. പക്ഷെ ലെജിറ്റിമേറ്റായ പ്രണയങ്ങളെ ആരും നിഷേധിച്ചിട്ടൊന്നുമില്ല. അതങ്ങനെ വേണ്ടതാണെന്നുള്ള നിലപാടെടുക്കുക. അപ്പോൾ അത് നമ്മൾ കാണേണ്ടതുണ്ട്. പക്ഷേ ഈ ഒരു എഡ്ജ് ഇപ്പോൾ പല തട്ടിലുള്ള സമൂഹങ്ങളുണ്ടായപ്പോൾ സങ്കീർണമായി. തിരഞ്ഞെടുക്കുക എല്ലാവരുടെയും സമ്മതങ്ങൾ കിട്ടാതെ വരിക എന്ന് പറയുന്ന സാധനം നിയന്ത്രണങ്ങൾ, ലൈംഗിക നിയന്ത്രണങ്ങൾ ഉണ്ടാകുകയൊക്കെ ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ഈ പ്രണയത്തിന് മേലും കീഴുമായി നിലനിൽക്കുന്ന സമൂഹത്തിന് ഭേദിക്കുന്ന ശക്തിയുള്ള ഒന്നായി അതിന് വരികയും ചെയ്തു. മോഷൻ എന്ന് പറയുന്നത് അവരുടെ ബുദ്ധി മരവിപ്പിച്ച് കളയുന്നു. കാരണം ഈ നിയന്ത്രണങ്ങളെ ഭേദിക്കുന്നതാണ് ബുദ്ധി മരവിപ്പിക്കുന്നു എന്ന് പറയുന്നത്. അരാജകത്വം എന്നൊക്കെ പറയുന്ന വാക്കുകളൊക്കെ ഉപയോഗിക്കത്തില്ലേ. ഘടനാപരമായി നിങ്ങൾ ഇങ്ങനെ ഇതാണ് ശരി തെറ്റുകൾ പറയാൻ തുടങ്ങി. ബുദ്ധിപരമായിട്ട് അവർക്ക് അനുകൂലമല്ല ഇത് ഈ തെരഞ്ഞെടുപ്പ് എന്ന് അറിയുമ്പോഴും ശക്തമായ ആന്തരികമായ തള്ളലുകൊണ്ട് നമ്മളതിന് കീഴ്പ്പെട്ടു പോവുകയും ബുദ്ധിഭ്രമം വരുന്നു എന്ന് പറയുന്ന നിലവാരത്തിൽ കാണുകയും ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അതിനകത്തൊക്കെ ഒരു വശത്ത് ശരിയുണ്ട്. കാര്യമുണ്ട്. ഇഷ്ടമുള്ളവരുമായി നമ്മൾ കാണുകയോ അവരുമായി സഹകരിക്കുകയോ അവരുടെ സ്പർശങ്ങളെ ഒന്ന് തൊടുന്ന സമയത്ത് നമ്മളിൽ ഈ പറയുന്ന ഇമോഷൻസ് മുഴുവനും കൂടെ, കാരണം ജീവൻ്റെ അടിസ്ഥാനമാണ് ലൈംഗികത എന്ന് പറയുന്നത്. അടുത്ത തലമുറ ഉണ്ടാക്കുന്നതിന് വേണ്ടി ശരീരം മുഴുവനും കൂടെ ഒരുങ്ങുന്ന സാധനമാണ്. അതുകൊണ്ട് അതിന് ഭയങ്കര വളരെ ശക്തമായി പറഞ്ഞാൽ വിശപ്പിനേക്കാളും ശക്തമായിട്ട് നിൽക്കുന്ന ഒരെന്നാണ്. പട്ടിണി കിടന്നിട്ട് പോലും നമ്മൾ ഈ പ്രണയം സാക്ഷാത്കരിക്കാനായിട്ട് നിൽക്കും. ജീവൻ നിലനിർത്തുന്നതിൻ്റെ ആവശ്യമാണ്, ജീവൻ തുടരുന്നതിൻ്റെ ആവശ്യമാണ്. അത് കാരണം പ്രണയത്തിന് അത്ര വലിയ ശക്തി വരും.
അതാണ് ഈ നിയന്ത്രണങ്ങളെ ഭേദിക്കാൻ അതിനുള്ള കഴിവ് വരുന്നത് ജീവൻ്റെ കേന്ദ്രമായിരിക്കുന്നുണ്ടാണ്. തുടർച്ച ഉറപ്പാക്കുന്നത്, നിലനിൽപ്പ് ഉറപ്പാക്കുന്നത് ഒന്നാണ് ലൈംഗിക ബന്ധങ്ങളെന്ന് പറയുന്നത്. അതിന് മുന്നോടിയായിട്ടുണ്ടാക്കുന്ന ഇമോഷനാണ് എന്തു കൊടുത്തും ആ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടണമെന്നുള്ള ആഗ്രഹം ഉണ്ടാകും എല്ലാവരും. അതുകൊണ്ടാണ് കണ്ണ് മറഞ്ഞു പോകുന്നതും ബുദ്ധി നശിച്ചു പോകുന്നതായിട്ടൊക്കെ ആൾക്കാർ പറയുന്നത്. അത്രത്തോളം അതേപോലെ തന്നെ ആ സാക്ഷാത്കാരം ഉണ്ടാകുക, തൊടുക എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ ശരീരം മുഴുവനും ഒരുങ്ങും. അപ്പം ഇതൊക്കെ കൊണ്ടാണ് അതിനകത്ത് നമുക്ക് സൂര്യപ്രകാശം ചന്ദ്രപ്രകാശമായി മാറും, ചുറ്റുപാട് മുഴുവൻ സൗന്ദര്യമുള്ളതായി മാറും. കാരണം ഇഷ്ടംപോലെ ഡോപ്പാമീനും സെറട്ടോണിൻ എന്ന് പറയുന്ന നമ്മുടെ ഉത്സാഹം തരുന്നതും സന്തോഷം തരുന്നതും ശരീരം വളരെ നല്ലൊരു അനുഭവമായി എക്സ്പീരിയൻസ് ചെയ്യുന്നതിനുള്ള എല്ലാ കെമിസ്ട്രിയും റിലീസ് ചെയ്യപ്പെടും. സംശയമൊന്നും വേണ്ട. അതുകൊണ്ട് അത്രയും ശക്തമാണത്. കാരണം ജീവൻ്റെ തുടർച്ച ഉറപ്പാക്കാൻ എന്തും ചെയ്ത് ജീവിക്കണം എന്ന് പറയുന്ന പോയിൻ്റാണത്. ഇതുകൊണ്ടാണ് പ്രണയത്തിന് ഇത്ര ശക്തമായത്. അപ്പം നിയന്ത്രണങ്ങൾ ഉണ്ടാകുമ്പം ആ നിയന്ത്രണങ്ങളെ മറികടക്കാൻ എന്തെല്ലാം ചെയ്യാമോ അതിൻ്റെ മുഴുവൻ കാര്യങ്ങളാണ് പിൽക്കാലത്തെ കഥകൾ മുഴുവൻ. അതുകൊണ്ടാണ് തെറ്റും ശരിയും പഠിപ്പിച്ചിരിക്കുന്ന ഒരു സമൂഹം. മറ്റങ്ങനെ ഒരു കാര്യം മറ്റ് ജീവികളുടെ ഇടയിലെല്ലാം നമുക്ക് നോക്കില്ല. അവിടെ ആരെങ്കിലും തെറ്റും ശരിയെ പറ്റി ഒന്നും ചർച്ച ചെയ്യുന്നില്ലല്ലോ. ഒരു സംഭവമില്ലല്ലോ. ഈ തെറ്റും ശരിയൊക്കെ ഉണ്ടായത് ഒരു കൂട്ടർ വേറെ കൂട്ടരെ കീഴ്പ്പെടുത്തി ഭരിക്കാൻ തുടങ്ങുമ്പോഴാണ് ഭരിക്കപ്പെടുന്നവർ ചെയ്യരുതെന്ന് പറയുന്ന സ്ഥലത്താണ് തെറ്റും ശരിയൊക്കെ ഉണ്ടായത്. അതാണ് പിന്നെ പൊതുവായ സ്ട്രക്ചേഴ്സായിട്ട് ഘടനാപരമായിട്ട് ലോകം മുഴുവൻ ഉണ്ടായപ്പോഴാണ് അതിനകത്ത് ഈ ബന്ധങ്ങളെല്ലാം അതിനെ മറികടക്കുന്നതായിട്ട് മാറുകയൊക്കെ ചെയ്യും. ഒരിക്കലും ചെയ്യരുത്, അവരുമായിട്ട് ബന്ധം ഉണ്ടാക്കരുതെന്ന് വാണിംഗ് കൊടുത്തതിന് ശേഷവും ചെയ്യുന്നവരായി മാറുന്നതുകൊണ്ടാണ് പ്രണയം ബാക്കി എല്ലാത്തിനെയും തകർക്കുന്ന ശക്തിയായിട്ടൊക്കെ ആളുകൾ അനുഭവിച്ചു. സ്വത്തവകാശത്തിന് മേലുള്ള സ്വത്തവകാശം എന്ന് പറയുന്നത് തട്ട് സമൂഹത്തിനകത്താണ് ആ പ്രശ്നം വരുന്നത്. അതുകൊണ്ടാണ് തട്ട് സമൂഹം മനസ്സിലായില്ലെന്നുണ്ടെങ്കിൽ ഒരിക്കലും സ്വത്തവകാശത്തിൻ്റെ പ്രശ്നം എന്താ? കാരണം സ്വത്തുള്ളവരാണ് മേൽത്തട്ടിലുള്ളവർ, താഴ്ത്തട്ടിലുള്ളവർക്ക് സ്വത്തില്ല. അപ്പോൾ അവരുടെ കുഞ്ഞുണ്ടായിക്കഴിഞ്ഞാൽ അതിന് കൊടുക്കേണ്ടി വരും. അപ്പോൾ അവകാശങ്ങളെല്ലാം തന്നെയും വംശാവലി അനുസരിച്ച് കൊടുക്കുന്നിടത്തേക്ക് മാറും. രക്തബന്ധത്തിൽപ്പെടുന്നവർക്ക് തന്നെ വേണം എൻ്റെ സ്വത്ത് കൊടുക്കേണ്ടതെന്ന് വരുന്നത്. അപ്പോൾ ഇതൊക്കെ കൊണ്ടാണ് നിയന്ത്രണങ്ങൾ ഇത്ര ശക്തമായത്. അപ്പോൾ അവകാശം വംശാവലി അനുസരിച്ചിട്ട് ഉറപ്പാക്കുന്നത് രാജകന്മാരാണ്. കാര്യമുണ്ട്. ഇപ്പോൾ സ്കിൽഫുള്ളായ ഒരു ആയുധങ്ങളിൽ വളരെ ചാതുര്യമുള്ള കരവിരുതുള്ള ഒരാളുണ്ടായാൽ അയാൾ രാജാവിനെ തോൽപ്പിച്ചെന്ന് വരും. അപ്പോൾ രാജ്യത്വം പോവുകയുടെ. പക്ഷേ വംശാവലി അനുസരിച്ചിട്ട് മാത്രമേ രാജ്യത്വം നിലനിൽക്കാവൂ എന്ന് വയ്ക്കുമ്പം എത്ര മിടുക്കനായ ഒരുത്തനും ഇയാളെ കാര്യസ്ഥനായി തീരാനോ ഇയാളുടെ സേനാപതിയായി തീരാനോ കഴിയുള്ളൂ. അവിടെയാണ് അതിനകത്ത് വ്യത്യാസം ഉണ്ടാക്കിയത്. അത് എൻഷുർ ചെയ്യുന്ന ഒരു മെക്കാനിസം. യാതൊരു കാരണവശാലും രക്തബന്ധത്തിനകത്തുള്ള വംശത്തിനനുസരിച്ചിട്ട് എൻ്റെ വംശത്തിലുള്ള മക്കൾ മാത്രമേ അടുത്ത തലമുറയിൽ അധികാരത്തിൽ വരാവൂ എന്ന് രാജാക്കന്മാർ ഉറപ്പിച്ചത് വഴിയാണ് നമ്മൾ ഈ പറയുന്നത്. അപ്പോൾ സ്വത്തുള്ള മുഴുവൻ പേർക്കും ഇത് ബാധകമായി. അപ്പോഴാണ് വംശങ്ങളെപ്പറ്റി പറയാൻ തുടങ്ങിയത്. മറ്റേതിങ്ങനൊന്നും ആരും സംസാരിക്കുന്നേ ഇല്ല. കാരണം എല്ലാവരും മനുഷ്യർ മാത്രമാണ്. പല ഗോത്രങ്ങൾ, വ്യത്യസ്തതകളുള്ള ഗോത്രങ്ങൾ മാത്രമാണ്. അതിൻ്റെ വിരോധങ്ങളും എതിരുകളും എന്നുള്ളതല്ലാതെ നമ്മൾ ഈ പറയുന്ന നിലവാരത്തിൽ അധികാരവുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെന്നുണ്ടെങ്കിൽ അവകാശങ്ങളുമായി ബന്ധപ്പെട്ടോ ഈ ചർച്ചയില്ല. അതാണ് നമ്മൾ അതിൻ്റെ അത് കീ ആയിട്ട് മനസ്സിലാക്കേണ്ടത്. എവിടെയാണ് നമ്മൾ ഇന്ന് പറയുന്ന, ഇപ്പോൾ ഇയാൾ ചോദ്യം ചോദിക്കുന്ന സമയത്ത് പ്രണയത്തിന് എന്തോ സവിശേഷമായ ഒരു കാര്യമുണ്ട് എന്നൊക്കെ തോന്നുന്ന കാര്യം വരുന്നത് എല്ലാത്തിനെയും. കാരണം ഈ ശരീരമായിരിക്കുന്ന നമ്മൾ എത്ര നമ്മളെ പഠിപ്പിച്ചാലും ശരി, ഒന്നാമത് വിശപ്പും ലൈംഗികതയും മുന്നേ വന്ന് ബാക്കിയുള്ളതിനെ എല്ലാം മറികടക്കും എന്നുള്ളതാണ്. കഠിനമായ വിശപ്പ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തും തല്ലിപ്പൊട്ടിച്ച് എവിടെയും കയറിയെടുക്കും. ജീവിച്ചിരിക്കുന്നതിൻ്റെ തുടർച്ച ഉറപ്പാക്കുന്നതിന് വേണ്ടി ആരുമായി ബന്ധമുണ്ടാകും. നമുക്ക് ബുദ്ധിയില്ല എന്ന് തോന്നത്തില്ലേ? ബലാത്സംഗം ചെയ്യുന്നവരെ കാണുമ്പോൾ ഇവനെന്ത് ബുദ്ധിയില്ലേ എന്ന് നമ്മൾക്ക് തോന്നത്തില്ലേ? അത് അവന് ജീവിതത്തിൽ ഒരിക്കലും ഇനി ഇങ്ങനെ ഒരാളെ കിട്ടത്തില്ലെന്ന് തോന്നിക്കഴിഞ്ഞാൽ അപ്പം ചെയ്ത് കളയും. അതുകൊണ്ടാണ് അത് അങ്ങനെയൊക്കെ വരുന്നത്. നമ്മൾക്ക് യുക്തി ഇല്ലാതായി പോകും. നമ്മൾ എത്ര ആലോചിച്ചാലും ഇതെന്ത് ഇവർക്ക് ബുദ്ധിയില്ലേ എന്ന് തോന്നും. നമുക്ക് മനസ്സിലാകാതെ പോകുന്ന സ്ഥലം എന്ന് പറയുന്നത് വിശപ്പ് ആധിക്യം വരുന്ന സമയത്ത് നമ്മുടെ കൂടെ ഉള്ള ആളിനെ, ഇപ്പം നമ്മൾ ഈ ഡിസാസ്റ്ററൊക്കെ ഉണ്ടായയിടത്തൊക്കെ കൂട്ടുകാരായിരിക്കുന്നവർ മരിച്ചാൽ അവരുടെ ശവശരീരം തിന്നു കളയുന്നവരാണ്. കൊന്നു തിന്നവരവരുണ്ട്, കുഞ്ഞുങ്ങളെ തിന്നവരവരുണ്ട്. ഇതൊക്കെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അത്രത്തോളം ശക്തമായി തീരും വിശപ്പെന്ന് പറയുന്ന സാധനം. നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ് ഇത് രണ്ടും.
നിലനിൽപ്പ് തുടർച്ചയുണ്ടാക്കുക എന്ന് പറയുന്നത് ലൈംഗികമായിട്ടുള്ള ബന്ധത്തിലൂടെയാണ്. ഇതുകൊണ്ടാണ് എങ്ങനെയും ഇണയെ സംഘടിപ്പിക്കാനായിട്ട് നോക്കും. അപ്പോൾ ഈ ഏരിയകളെല്ലാം നമ്മൾ മനസ്സിലാക്കാതെ ഇത് ഒരിക്കലും ചർച്ച ചെയ്ത് കിട്ടത്തില്ല. ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്? ജീവൻ്റെ തുടർച്ച, ജീവിച്ചിരിക്കുക എന്ന് പറയുന്നത് ജീവൻ്റെ തുടർച്ച ഉറപ്പാക്കുന്ന ലൈംഗികതയാണ്. ഇത് രണ്ടും കടുത്ത പ്രതിസന്ധികളെ മറികടന്ന് ചെയ്യപ്പെടും. ഇതുകൊണ്ടാണ് നമ്മൾ അത്രയും ശക്തിയോടെ അതിൽ നമ്മുടെ ഉള്ളിലേക്ക് വരുന്നത്. അപ്പോൾ ഈ വരുന്ന സാധനങ്ങൾ നിയന്ത്രണങ്ങളുടേതായ ലോകങ്ങളിലുണ്ടായപ്പോൾ രഹസ്യമായി ചെയ്യപ്പെട്ടിരുന്ന കാര്യങ്ങളായിട്ട് ഒത്തിരി പ്രണയങ്ങൾ മാറി. ആരും കാണാം. അങ്ങനെയാണ് ഗന്ധർവന്മാർ വന്ന് ഗർഭം ഉണ്ടാക്കുന്നത്, ദൈവം വന്ന് ഏഞ്ചലിൽ കൂടെ ഗർഭം ഉണ്ടാക്കുന്നതൊക്കെ കഥയൊക്കെ വരുന്നത്, മന്ത്രം ജപിച്ച് കുന്തി പിള്ളേരെ ഉണ്ടാക്കുന്നതൊക്കെ ഈ ലെവലിലാണ്. നിയന്ത്രണങ്ങൾക്കകത്ത് ജീവിക്കുന്ന ഒരാളിന് രഹസ്യബന്ധങ്ങളിലൂടെ ഉണ്ടാക്കുന്നതിന് ലെജിറ്റിമേഷൻ വേണം, ന്യായങ്ങൾ പറയേണ്ടതുണ്ട്. അപ്പോൾ ഗന്ധർവന്മാർ പണ്ടേ ഉണ്ടെന്ന് വിശ്വസിക്കുന്ന കാരണം കൊണ്ട് ഇപ്പം നമുക്ക് ഏലിയൻസാണ് നമ്മൾ, പ്രത്യേകിച്ച് അമേരിക്കയിലെ പെണ്ണുങ്ങൾക്ക് ഗർഭം ഉണ്ടാക്കുന്നത് ഈ അന്യഗ്രഹ ജീവികളാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഏത് കാലത്താണ് ആരാണ് ഇത് പറയുന്നതെന്ന് അനുസരിച്ചിട്ടാണ്. അപ്പോൾ അതങ്ങനെ നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ആ ലെജിറ്റിമേഷന് വേണ്ടി പറഞ്ഞിരുന്ന കാര്യങ്ങളാണ് അതെല്ലാം. അപ്പോൾ ആ നിലവാരത്തിൽ എനിക്കറിയില്ല, യോഗി വന്ന് എനിക്കൊരു മന്ത്രം പറഞ്ഞു വന്ന് ഞാനത് ചൊല്ലി ഗർഭം ഉണ്ടായിപ്പോയി. യോഗി മന്ത്രമാണോ കൊടുത്തതെന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ നമുക്ക് അറിയേണ്ട കാര്യം. എന്തായാലും ഒരുവിധമുള്ള സ്വാമിമാരെല്ലാം പഴം പൂജിച്ചു കൊടുത്തിട്ടുണ്ടെന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിയാം. കഥയ്ക്കകത്തെല്ലാം എഴുതിയിട്ടുണ്ട്. പഴം പൂജിച്ചു കൊടുത്താൽ കണിശമായിട്ടും കൊച്ചുണ്ടാകുന്നുണ്ടെങ്കിൽ ഏത് പഴമാണ് പൂജിച്ചതെന്നുള്ളത് മാത്രമേ നമുക്ക് അറിയേണ്ടതുള്ളൂ. അപ്പോൾ ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അത്തരത്തിലുള്ള കഥകളും കാര്യങ്ങളിനകത്തെല്ലാം ഇതിങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ നിയന്ത്രണത്തിൻ്റെ ലോകങ്ങൾ വന്നപ്പോഴാണ് ഈ ലൈംഗിക ബന്ധത്തിനകത്ത് ഈ ഇന്ന് നമ്മൾ കാണുന്ന ഇല്ലായ്മ കൊണ്ടുണ്ടാകുന്ന ആർത്തികളും കൂടെ ചേരുന്ന ഏരിയ വരും. പക്ഷേ അത് അത്രയും ശക്തമാകത്തില്ല. പക്ഷേ സെലക്ട് ചെയ്യാനായിട്ട് ഏറ്റവും എല്ലാവർക്കും കൊള്ളാവുന്ന ഒരു ഇണ, അതാണായാലും പെണ്ണായാലും എല്ലാവരും കാമിക്കുന്ന ഇഷ്ടപ്പെടുന്ന ഒരു ഇണയാണെങ്കിൽ ഭയങ്കരമായി പരസ്പരം പോരടിച്ചു. അപ്പോഴും ഈ പറയുന്ന മുഴുവൻ പ്രശ്നങ്ങൾ വരും. ഇതൊക്കെ നമ്മൾ ഒരു നാട്ടിൽ ഏറ്റവും എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു പെണ്ണ് അല്ലെങ്കിൽ എല്ലാവർക്കും ഇഷ്ടം തോന്നുന്ന ഒരു പുരുഷനുമൊക്കെ ഉണ്ടായി കഴിയുമ്പോൾ അതിനകത്ത് ഈ തരത്തിലുള്ള തീവ്രമായിട്ടുള്ള ഒരു ഗുസ്തി നടക്കും. അതിനകത്ത് പുരുഷന്മാർ കൂടുതൽ ചെയ്യാൻ വരുന്നതെന്ന് പറഞ്ഞാൽ അവരുടെ ബയോളജി തന്നെയാണ്. ധാരാളം ബീജം ഉണ്ടായിരിക്കുന്ന ഒരു ജീവിയാണ് പുരുഷൻ. അണ്ടം വളരെ പ്രഷ്യസാണ്, അത് മാസത്തിൽ ഒരിക്കലേ വരത്തുള്ളതുകൊണ്ട് എല്ലാ സ്ത്രീകളുടെ ഒപ്പം നിൽക്കുന്നതും അതേ സമയത്ത് പുരുഷന്മാർ സുലഭമായി ബീജമുള്ളവരായി മാറിയിരിക്കുന്നതിൻ്റെ വ്യത്യാസം കൊണ്ടാണ് പുരുഷന്മാർക്ക് ബലമുള്ളവരായി മാറി അവർ തമ്മിൽ അടിക്കുന്നവരായി മാറുകയൊക്കെ ചെയ്യുന്നത്. സ്ത്രീകൾക്ക് അടിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ അവരിഷ്ടപ്പെടുന്ന ഒരാളെ ഉണ്ടാകാം. എല്ലാവർക്കും പല സ്ത്രീകൾക്കും ഇഷ്ടപ്പെടുന്ന നാട്ടിലെ ഒരാളുണ്ടായെന്ന് വരും. അവർ തമ്മിൽ അതിൻ്റെ തരത്തിലുള്ള നമ്മൾ ഈ പറയുന്ന കുശുമ്പ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ അസൂയ എന്ന് പറയുന്ന സാധനങ്ങളൊക്കെ ഈ ആളുകളിലെല്ലാം ഉണ്ടാകാം. ഈ നിലവാരം വരെ അതിന് ശക്തിയുണ്ട്. പക്ഷെ ബാക്കി മുഴുവനും നമ്മൾ ഈ ഉണ്ടാക്കിയ സ്ട്രക്ചർ ചെയ്ത സമൂഹത്തിനകത്തൂടാണ് ഇയാൾ ചോദിച്ച ഈ പ്രശ്നം. അപ്പോൾ അത് കാരണം കൊണ്ട് രണ്ടുപേരും ഒന്നിച്ചിരിക്കുന്നത് കാണുമ്പോൾ, ഒരാണും പെണ്ണോ അല്ലെങ്കിൽ രണ്ട് നമ്മൾ ഇണകൾ എന്ന് പറയുന്നവർ ഒന്നിച്ചിരിക്കുന്ന സമയത്ത് അതിന് ന്യായം പറയേണ്ടി വരും. ആ ന്യായം പറയുന്നിടത്താണ് ഇയാൾ ഈ പറയുന്നത് ഞങ്ങൾ തമ്മിൽ സുഹൃത്തുക്കൾ മാത്രമാണ്, ഞങ്ങൾ പ്ലേറ്റോണിക് ലവ് എന്ന് പണ്ട് പറയുന്നത്, ശരീരമില്ല, ഞങ്ങൾക്ക് പ്രണയം മാത്രമേ ഉള്ളൂ, ഞങ്ങൾ കുഞ്ഞുങ്ങളെ ഉണ്ടാക്കുന്ന ഒരു പണിയിലും ഏർപ്പെടത്തില്ല എന്ന് പറയുന്ന നിലവാരത്തിലൊക്കെ ആളുകൾ അഭിനയിക്കാൻ തുടങ്ങുന്നത് എങ്ങനെയാണ്. അപ്പം ഞങ്ങളുടെ പ്രണയം എന്ന് പറയുന്നത് ഉദാത്തമാണ്. ഉദാത്തം എന്ന് പറഞ്ഞാൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നില്ലെന്നാണ്. ഇങ്ങനെയാണത്. അപ്പോൾ ഇത്തരത്തിലുള്ള കപടമായിട്ടുള്ള മൂല്യങ്ങൾ ലോകം മുഴുവനും ഉണ്ടായത് ഈ തട്ട് സമൂഹത്തിനകത്ത് ന്യായം പറയേണ്ടി വരുന്നതുകൊണ്ടാണ്. ഞങ്ങൾ രണ്ടുപേരും കൂടെ കവിത വായിക്കുകയും പഠിക്കുകയാണ്. ഞങ്ങൾ വീണ, എനിക്കറിയാം, വീണ ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ആയുധങ്ങൾ ഉപയോഗിക്കാൻ പഠിപ്പിക്കുകയാണ്. അല്ലെങ്കിൽ ഞാൻ ഈ നാട് കാണാൻ കൂടെ നടക്കുകയാണ്. കടുവ വന്നാൽ ചെറുക്കാനായിട്ട് വേണ്ടിയാണ് എന്നെ കൂടെ വിളിച്ചിരിക്കുന്നത്. ഇങ്ങനെ പലതരത്തിലെ ന്യായങ്ങൾ പറഞ്ഞിട്ടാണ് ഈ പ്രണയങ്ങൾ ഒളിപ്പിച്ചു വെച്ചിരുന്നത്. അംഗവും കാണാൻ താളി ഒടിക്കുക എന്ന് പറയുന്ന അതിനകത്തുള്ളതുപോലാണ് പല ന്യായങ്ങളിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഒരു സമയത്ത് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിക്കകത്ത് ഇത്തരത്തിലുള്ള
ആവശ്യങ്ങൾ ഒളിപ്പിച്ചു വയ്ക്കുന്നത്. എല്ലാവർക്കും പ്രണയിച്ചിട്ടുള്ള എല്ലാവർക്കും കാണുകയും ചെയ്യുക. ഇത് ഇവർ പറയുമ്പോൾ അതത്ര ശരിയൊന്നുമല്ല. ഗുരു ശിഷ്യ ബന്ധങ്ങളിൽ പോലും നമുക്കിത് കാണാൻ പറ്റും. അപ്പോൾ അതൊക്കെ അപ്പോഴാണ് ഇത്തരത്തിലുള്ള കുട്ടിയുണ്ടാക്കുന്ന പ്രവൃത്തിയിൽ ഞങ്ങൾ ഏർപ്പെടുന്നില്ല, ഞങ്ങളുടെ പ്രണയം ഉദാത്തമാണെന്ന് പറഞ്ഞാൽ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. പ്രണയം നിഷേധിച്ചപ്പെട്ട ഒരാൾ അനുഭവിക്കുന്ന വ്യഥകളുണ്ട്. അങ്ങനെയാണ് നിരാശ കാമുകന്മാരും കാമുകിമാരും ലോകത്തുണ്ടായി. അപ്പോൾ അവരെഴുതുന്ന കവിതയും കഥയും ഉണ്ട്. ഇതെല്ലാം ഈ പറയുന്ന പ്രണയത്തിൻ്റെ ചുറ്റുപാട് ഈ തട്ട് സമൂഹത്തിനകത്ത് ധാരാളം ഉണ്ടായതുകൊണ്ടാണ് നമ്മൾ ഇന്ന് കാണുന്ന തരത്തിൽ എന്തോ ഇത് സ്പെഷ്യലാണ് എന്ന് തോന്നിക്കുന്ന ഒരു തരത്തിൽ എത്തിച്ചത് ഈ സ്വാഭാവിക പ്രണയങ്ങളെ നിരോധിച്ച് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയ ലോകത്തുണ്ടായ കാര്യങ്ങൾ മാത്രം. അല്ലെങ്കിൽ വളരെ സിമ്പിളായിട്ട് കുഞ്ഞുങ്ങളെ ഉണ്ടാക്കുന്നതിന് തൊട്ട് മുമ്പ് അതിനെ ഉത്കടമായി ആഗ്രഹിക്കാൻ വേണ്ടി ശരീരം ഒരുക്കുന്ന ഒരു നിമിഷം മാത്രമാണ്. പാപ്പ ന്യൂഗിനിയയിലൊക്കെ ഉള്ള കിളികളെല്ലാം കൂടുണ്ടാക്കിയും അതിൻ്റെ ഇണയെ സംഘടിപ്പിക്കാൻ കടന്ന് ഡാൻസ് ചെയ്യുന്നതൊക്കെ കാണുമ്പോൾ നമുക്ക് കാണാൻ പറ്റും നമ്മൾ മനുഷ്യരുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നമൊന്നുമല്ല. എന്തെല്ലാം തരത്തിലുള്ള ഡാൻസുകളാണ് ആ ബേർഡ്സ് ഓഫ് പാരഡൈസ് എന്ന് പറഞ്ഞ് നെറ്റിനകത്തൊന്ന് ടൈപ്പ് ചെയ്താൽ കാണാൻ പറ്റും. അവരുടെ സകല പ്രവൃത്തികളും എടുത്താൽ നമ്മുടെ നാട്ടിലുള്ള സിനിമയ്ക്കകത്ത് കാണിക്കുന്നതിനേക്കാളും കൂടുതൽ ഡാൻസുകളാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് ഇത് മനുഷ്യ പ്രശ്നമല്ലെന്നും ഇണകളെ ഇണക്കിയെടുക്കുക എന്ന് പറയുന്നത് വലിയ ഒരു പണിയാണെന്ന്, അതിനകത്തെല്ലാം പുരുഷന്മാരാണ് ചെയ്തിരുന്നതെന്നുള്ള കാര്യം മറന്നു പോകരുത്. ഡാൻസ് പഠിച്ചവരും മുഴുവനും പാട്ട് പാടിയവരും എല്ലാം മനുഷ്യരുടെ ഇടയിൽ പുരുഷൻ ആധിപത്യമുള്ളവരായി മാറുന്ന അവരുടെ ബലം ഉപയോഗിച്ച് വേറെ പണികൾ ചെയ്യാൻ പറ്റുമെന്ന് കണ്ടുപിടിക്കുന്നത് വഴിയാണ് സ്ത്രീകൾ രണ്ടാം തരം പൗരന്മാരായി മാറിയത് വഴി, പൗരന്മാരെന്നുള്ളതല്ല പ്രജകളായി മാറിയത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോഴാണ് ഈ പറയുന്ന നിലവാരത്തിലുള്ള നമ്മുടെ നാട്ടിനകത്ത് ഇപ്പം ഇയാൾ ചോദിച്ച ചോദ്യത്തിൻ്റെ കേന്ദ്രത്തിൽ കിടക്കുന്നത് മുഴുവനും ഈ അണ്ണീക്കലായിട്ടുള്ള തട്ട് സമൂഹത്തിനകത്തുള്ള മേല് കീഴുള്ള സമൂഹത്തിൻ്റെ യുക്തികൾക്കകത്ത് രഹസ്യബന്ധങ്ങൾ ഉണ്ടാക്കുന്നതിൻ്റെ ഭാഗത്ത് മാത്രമായിട്ട് പ്രണയത്തിനെ കാണുന്നതുകൊണ്ട് എല്ലാ അതോറിറ്റികളെയും ചലഞ്ച് ചെയ്യുന്ന ഒരു എലിമെൻ്റ് ഇതിൻ്റെ അകത്ത് കടന്നു വരുന്നത് പ്രണയത്തിന് സാധൂകരിക്കുന്നതിന് എന്തും ചെയ്യുന്ന ജീവിയായിട്ട് ഒരു അത് മനുഷ്യരുടെ മാത്രമൊന്നുമല്ല, എല്ലാ ജീവികളും കടുത്ത പണിയിൽ ഏർപ്പെടും എന്ന് നമ്മൾ മനസ്സിലാക്കിയാണ്. അതൊരിക്കൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ പറയുന്ന കഥകളിനകത്ത് എന്താണ് അവർ ഉന്നം വയ്ക്കുന്നതെന്ന് കാണാൻ പറ്റും. അപ്പോൾ അതൊരിക്കൽ മനസ്സിലായി കഴിഞ്ഞാൽ ഇന്നിപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് രണ്ടുപേര് തമ്മിൽ ബന്ധമുണ്ടാക്കുന്നത് ഞങ്ങളുടെ അനുവാദത്തോടെ വേണം എന്ന് തീരുമാനിച്ച തട്ട് സമൂഹത്തിനകത്തെ കുടുംബങ്ങളിലാണ് ഈ നിയന്ത്രണത്തിൻ്റേതായ എല്ലാ സാധനവും വന്നത്. അപ്പോൾ അത് ബ്രേക്ക് ചെയ്യപ്പെടുന്നതിനും എത്രത്തോളം തടവിലിടാൻ പറ്റുമോ അതെല്ലാം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ അധികാരം നഷ്ടപ്പെട്ടു പോകാതിരിക്കാനും സ്വത്ത് കൈമോശം വരാതിരിക്കുന്നതിനും വേണ്ടി എൻഷുർ ചെയ്യുന്ന നിലവാരത്തിൽ എല്ലാ ബന്ധങ്ങളെയും നിയന്ത്രിക്കേണ്ട ആവശ്യമുണ്ടായതുകൊണ്ട് ആരാണോ അധികാരത്തിലിരിക്കുന്നത്, ആരാണോ ഒരാളുടെ മുകളിൽ ആധിപത്യം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അവരുടെ തീരുമാനപ്രകാരം നടത്തുന്നത് മാത്രമാണ് ലെജിറ്റിമേറ്റായ ബന്ധം എന്ന് വന്നു. അങ്ങനെയാണ് വിവാഹങ്ങളെല്ലാം രൂപപ്പെട്ടത്. നമ്മൾ ഇന്ന് കാണുന്ന വിവാഹങ്ങൾ കുടുംബങ്ങൾ തമ്മിലുള്ള ബന്ധം ഉറപ്പിക്കുന്നതിനുള്ള കണ്ണികളായിട്ടാണ് ഈ വ്യക്തികളെ കണ്ടിരുന്നത്. അവർ ശരിക്കും പൗരരല്ല, അവർ പ്രജകളാണ്. അപ്പം രണ്ടുപേരും അവരറിയേണ്ട കാര്യവുമില്ല. അവരുടെ പേരിൽ കുട്ടിക്കാലത്ത് തന്നെ ഒരു രണ്ട് കുടുംബത്തിലുള്ളവർ നിങ്ങളുടെ കുഞ്ഞിനെ ഞങ്ങളുടെ കുട്ടി വിവാഹം കഴിക്കുമെന്ന് പറയുന്നതൊക്കെ ജനിക്കുന്നതിന് മുമ്പ് തന്നെ തീരുമാനിക്കപ്പെട്ടു എന്നവർ. രണ്ട് കുട്ടികൾ തമ്മിൽ കളിക്കുന്ന സമയത്ത് തന്നെ ഇവർ അത് തീരുമാനമെടുത്തു പോകും. എന്ന് പറഞ്ഞാൽ 1 വയസ്സും 2 വയസ്സൊക്കെ ഉള്ളപ്പോൾ തന്നെ തീരുമാനമെടുക്കും. അപ്പോൾ ഫസ്റ്റ് ഫേസിൽ തന്നെ ഇത് മുഴുവനും ഈ സ്വത്തും തട്ട് സമൂഹത്തിൻ്റെ ന്യായങ്ങളിലാണ് അതെല്ലാം നിന്നിരുന്നത്. അതുകൊണ്ട് പ്രണയങ്ങൾ തെറ്റാണ് എന്ന് എല്ലാവർക്കും അറിയുന്നിടത്തേക്ക് മാറി. കാരണം ഈ ആരാണോ തീരുമാനിക്കപ്പെടുന്നവരുടെ ന്യായങ്ങളും ശരികളും ജീവിക്കാൻ മാത്രം വിധിക്കപ്പെട്ട മനുഷ്യരായിരുന്നു നമ്മളെല്ലാം. അവിടെയാണ് നമ്മുടെ തെരഞ്ഞെടുപ്പ് തന്നെ മുഴുവൻ തെറ്റാണെന്ന് വന്നിരിക്കുന്നത്. അപ്പം ലെജിറ്റിമേറ്റായ സ്ഥലങ്ങളിൽ ആരും ഒന്നും പറയത്തില്ല. അനുവദിക്കപ്പെട്ടിരിക്കുന്നതിനകത്ത് ഇത്തരത്തിലൊരു ബന്ധം ഉണ്ടാകുന്ന കണ്ടാൽ അത് വിവാഹം കഴിച്ചിട്ട് ചെയ്താൽ മതി എന്ന് പറയുന്ന ഒരു ന്യായം വരും. കുട്ടി ആണായാലും പെണ്ണായാലും അവർ അടുത്ത് വേറെ ഇതുപോലുള്ള ഒരാൾക്ക് കൊടുക്കാൻ പറ്റുന്ന വസ്തുക്കളായി മനുഷ്യർ മാറിപ്പോയല്ലോ ഈ തട്ട് സമൂഹത്തിനാണ്. അപ്പോൾ അത് കൊടുക്കാൻ കഴിയാത്ത സാധനമായി മാറിപ്പോരുതെന്നുള്ളതാണ്. അതുകൊണ്ടാണ്
നിയന്ത്രണത്തിനകത്ത് മാത്രമാണ്, വിവാഹത്തിന് ശേഷം മാത്രം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ മതി എന്നൊക്കെ പറയുന്നിടത്തേക്ക് എല്ലാവരും മാറുന്നത് അങ്ങനെയാണ്. വ്യക്തികളില്ല, പൗരരില്ല, സ്വന്തം തീരുമാനം എടുക്കുന്നവരില്ല. ഇന്നിപ്പം ജനാധിപത്യത്തിനകത്ത് വരുമ്പോഴാണ് പൗരബോധമുള്ളവർ നമ്മുടെ റെപ്രസെൻ്റ്, കാരണം അധികാരമുള്ളവർ ഭരിക്കാനല്ല, നമ്മുടെ പ്രതിനിധികളെ നമ്മൾ തിരഞ്ഞെടുക്കാൻ തുടങ്ങിയപ്പോൾ നമ്മുടെ ഇണകളെ തിരഞ്ഞെടുക്കണമെന്ന് പറയുന്നത് സ്വാഭാവികമായി വന്നതാണ്. ആ തിരഞ്ഞെടുപ്പ് വന്ന സമയത്താണ് ആളെ അറിയുക. ഇന്നിപ്പം നമ്മൾ പ്രണയം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഡേറ്റ് ചെയ്ത് എന്നുവെച്ചാൽ അപ്പുറത്തിരിക്കുന്ന വ്യക്തി എനിക്ക് പറ്റിയ ആളാണോ അല്ലയോ എന്ന് എല്ലാ സന്ദർഭങ്ങളിലും വെച്ച് തിരിച്ചറിഞ്ഞ് ഇണയാക്കി മാറ്റണം എന്ന് പറയുന്നത് കൊണ്ടാണ് നമ്മൾ ഡേറ്റിംഗ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് വന്നത്. ഡേറ്റ് ചെയ്യുക. പക്ഷെ ഡേറ്റ് ചെയ്യുക എന്ന് പറയുന്നതിന് പൗരബോധം ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യാനൊക്കെ ഉള്ളൂ. കാരണം അപ്പുറത്തിരിക്കുന്ന ആളിനെ ബഹുമാനപൂർവ്വം പെരുമാറാൻ പഠിച്ചിട്ടുള്ള ആണും പെണ്ണും ഇല്ല എന്നുള്ളതാണ്. കാരണം പ്രജകളാണ്. ഒരു ശക്തിക്ക് മുമ്പിൽ കീഴടങ്ങാൻ പഠിപ്പിക്കുന്ന, അനുസരണ പഠിപ്പിച്ചിട്ടുള്ള, ആധിപത്യത്തിന് മുമ്പിൽ തോൽറ്റ് നിൽക്കാനായിട്ട് പഠിപ്പിച്ചിട്ടുള്ള, വിനയം ഉണ്ടാകി കീഴടങ്ങാൻ പഠിപ്പിച്ചിട്ടുള്ള ആളുകളാണ് നമ്മൾ മുഴുവൻ. ഇത് കാരണം കൊണ്ട് ഒരു ആണും പെണ്ണും തമ്മിൽ ഇഷ്ടം തോന്നിയ അടുക്കുമ്പോൾ തന്നെ ആധിപത്യമുള്ള പുരുഷനും രണ്ടാം തരമായ സ്ത്രീകളും തമ്മിലുള്ള ബന്ധമായിട്ട് അത് മാറുന്നുണ്ട്. ഇതാണ് പുതിയ പ്രശ്നമായിട്ട് നമ്മൾ അനുഭവിക്കുന്നത്. അപ്പോൾ ഇണകളെ തിരഞ്ഞെടുക്കാനായിട്ട് പൗരബോധമുള്ള വ്യക്തികളായി മാറുന്ന പ്രോസസ്സ് ഇതുവരെ വന്നിട്ടില്ലാത്തതുകൊണ്ടാണ് നമ്മുടെ ഡേറ്റിംഗ് എന്ന് പറയുന്ന സാധനം നടക്കാതിരിക്കുന്നത്. ഇവിടെ ഡേറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരാളെ പരിശോധിക്കുമ്പോൾ എനിക്കിത് ഇയാൾ കൊള്ളില്ല എന്ന് പറയാൻ കഴിയാതെ പോയിട്ട് അതിനെ നമ്മൾ ഇന്ന് തേപ്പെന്നൊക്കെയാണ് പറയുന്നത്. സ്ത്രീകൾ റിജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്ത്രീകളെ റിജക്റ്റ് ചെയ്യുന്നത് വളരെ സ്വാഭാവികമാണെന്നുള്ളതാണ്. അത് ഈ പുരുഷ സമൂഹത്തിനകത്തെ, പുരുഷ ആധിപത്യ സമൂഹത്തിനകത്തെ ഒരു ന്യായമായിട്ടാണ് അത് നിൽക്കുന്നത്. അവർക്ക് അതാണ് വിവാഹ വാഗ്ദാനം നൽകി പറ്റിച്ചു എന്നാണ്. അപ്പോൾ അതെല്ലാം നമ്മൾ മനസ്സിലാക്കാനുള്ളത് ഈ തട്ട് സമൂഹത്തിൻ്റെ യുക്തികളാണ്. ഈ കോടതിക്കകത്തിരിക്കുന്നത് മുഴുവനും പഴയ കോന്തന്മാരാണ്. അവന്മാർ രാമായണ മഹാഭാരതമാണ് വായിക്കുന്നത്. അത് കാരണം കൊണ്ട് തന്നെ അവിടുത്തെ നമ്മളിപ്പോൾ വിധികളൊക്കെ എടുത്ത് നമ്മളിങ്ങനെ പരിശോധിച്ച് നമ്മൾ തന്നെ നാണിച്ചു പോകും. കാരണം ഇന്ത്യൻ ഭരണഘടനയായിട്ട് അതിനൊരു ബന്ധമില്ലാത്ത വ്യാഖ്യാനങ്ങളാണ് വരുന്നത്. അപ്പോൾ ഈ പൗരബോധമുള്ള മനുഷ്യരെ പറ്റിയുള്ള അറിവില്ലായ്മ കോടതി വിധികളിൽ വളരെ പ്രകടമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളിങ്ങനെ അന്തം വിട്ടു പോകുന്ന നിലവാരത്തിലുള്ള ചില സാധനങ്ങളൊക്കെ വരും. ഇപ്പം ഈ ഇടയ്ക്ക് വന്നില്ലേ, വീട്ടിനകത്ത് ഭാര്യയെ ബലാത്സംഗം ചെയ്യാമെന്ന് എന്നിട്ട് കോടതിക്കകത്തുനിന്ന് പറഞ്ഞിരിക്കുന്നുണ്ട്. നമുക്ക് ആലോചിക്കാനേ പറ്റത്തില്ല. മനുഷ്യാവകാശം എന്ന് പറയുന്ന സ്ഥലങ്ങളിൽ വരെ നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്ന സ്ഥലമാണ്. പൗരാവകാശത്തിന് അപ്പുറത്ത് പോയി മനുഷ്യാവകാശം പറയുന്നിടത്ത് എത്തിയിട്ട് ഇപ്പോൾ പഴയ യുക്തിക്കകത്ത് ഈ പഴഞ്ചൻ എന്ന് പറഞ്ഞാൽ അയാൾ ഒരു കാലത്തും ഒരു സിംഗിൾ ബെഞ്ചിലിരിക്കുന്ന ഒരു കൊന്നനാണ് അത് ചെയ്യുന്നത്. അല്ലാതെ ഭരണഘടനയോ ഈ പൗരബോധത്തിനെ പറ്റിയുള്ള ഒരു അറിവോ ഇല്ലാത്ത ഒരു ജഡ്ജിയാണത്. അതുകൊണ്ടാണ് അതങ്ങനെ പറയുന്നത്. വയലൻസിനെ പറ്റിയൊക്കെയുള്ള കാര്യങ്ങളെ പറ്റിയുള്ള ആധുനിക കാഴ്ചപ്പാട് തന്നെ അതിനകത്തില്ല. അവർക്കത് അറിയുപോലുമില്ല. കൺജുഗൽ റൈറ്റ് എന്നൊക്കെയാണ്, കല്യാണം കഴിച്ച ആളിൻ്റെ അവകാശങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ സാധനങ്ങൾ പറയും. ഇതെല്ലാം ഈ തട്ട് സമൂഹത്തിൻ്റെ ന്യായങ്ങളാണ്. അപ്പോൾ അവിടെ ഒക്കെ പോയി നമ്മൾ ഇതിനകത്ത് നോക്കിക്കൂടാ. നമ്മളിത് യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കാനുള്ളത്, പ്രണയം എന്ന് പറയുന്നത് പരസ്പരം തെരഞ്ഞെടുപ്പിൻ്റേതായ നഷ്ടപ്പെട്ടു പോയ തെരഞ്ഞെടുപ്പുകൾ തിരിച്ച് അവകാശത്തോടെ വരുന്ന കാലത്തുണ്ടാകുന്നതാണ് പുത്തൻ പ്രണയങ്ങൾ. ആ പ്രണയം എന്ന് പറയുന്നത് പരിശോധിച്ച് നല്ല ഇണയാണോ എന്ന് അറിയുന്ന ഒരു കോൺഷ്യസ് ആക്റ്റും കൂടാണ്. പണ്ടങ്ങനെ അല്ലായിരുന്നു. അങ്ങനത്തെ കോൺഷ്യസ് ആക്റ്റ് ആകാനും വേണ്ടി പൗരബോധം പണ്ട് ആവശ്യമില്ല. ഗോത്രകാലത്ത് പൗരബോധമില്ല, ഗോത്രാംഗമേ ഉള്ളൂ, ആണും പെണ്ണും മാത്രമേ ഉള്ളൂ, പൗരത്വമില്ല, അവകാശങ്ങളെ പറ്റിയുള്ള അറിവൊന്നുമില്ല, ഇഷ്ടങ്ങൾ മാത്രമേ ഉള്ളൂ. അവിടുന്ന് മാറി ഇന്ന് നമ്മൾ ഞാനാര്, അപ്പുറത്തിരിക്കുന്ന ആൾ ആര് എന്നുള്ള അറിവോടെ നമ്മൾ ഇടപെടുന്ന സ്ഥലമാണ്. അപ്പോഴാണ് നമ്മൾക്ക് ഇൻഫോംഡ് കൺസെൻറ്റിനെ പറ്റിയൊക്കെ നമ്മൾ സംസാരിക്കേണ്ടി വരും. അറിഞ്ഞ് പ്രവർത്തിക്കുന്നവർ തീരുമാനമെടുത്ത് അറിയിക്കേണ്ടതുണ്ട്. ചോദിക്കാനുള്ള അവകാശവും ചോദിക്കുമ്പോൾ അതിന് അപ്പുറത്തിരിക്കുന്ന ആളുടെ ഇമോഷൻസിനെ പരിശോധിച്ചറിഞ്ഞിട്ട് ചോദിക്കണം എന്ന് പറയുന്ന കാര്യങ്ങളെല്ലാം വന്നാൽ അങ്ങനെയാണ്. പൗരാവകാശമുള്ള മനുഷ്യരുടെ പ്രണയങ്ങളെ പറ്റിയാണ് ഇന്ന് നമ്മൾ പറയുന്നത്. അല്ലാതെ ഈ പറയുന്ന അടിമകളുടെ പ്രണയങ്ങളല്ല, ഗോത്രത്തിലുള്ള അംഗങ്ങളുടെ പ്രണയവുമല്ല, പ്രജകളുടെ പ്രണയവുമല്ല. ഇതൊന്നുമല്ല നമ്മൾ പറയുന്നത്. ഇന്ന് പൗരാവകാശമുള്ള ആളുകൾ തിരഞ്ഞെടുക്കുന്നതിന് ഉള്ള ക്രൈറ്റീരിയ അവിടെയാണ് ഡേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. ഡേറ്റ് ചെയ്യുന്നതിനൊരു മലയാള വാക്ക് നമുക്ക് ഇതുവരെ ഉണ്ടാക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല.
കാരണം നമ്മളത് ചെയ്തു തുടങ്ങിയിട്ടില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോഴും നമുക്ക് ഡേറ്റിംഗ് എന്നുള്ള വാക്കേ പറയാനൊക്കത്തുള്ളൂ. പരസ്പരം അറിയാനായിട്ടുള്ള പ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന അതിനൊരു വാക്ക് നമുക്ക് കണ്ടുപിടിക്കേണ്ടതുണ്ട്. ഇടപെടലെന്നോ വല്ലതും വേണം, അങ്ങനത്തെ ഉണ്ട്. പരസ്പരം അറിയാനായിട്ടുള്ള ഇടപെടലുകൾ നടത്തുന്നതായിട്ടുള്ള, അത് പ്രണയ ഇടപെടലുകൾ നടത്തുന്ന പ്രവർത്തനം എന്നുള്ള നിലവാരത്തിൽ ഒരു വാക്ക് നമുക്ക് ഉണ്ടാക്കേണ്ടതുണ്ട്. ഞാനത് ഇവിടെ ഇങ്ങനെ പറയുകയാണ്, അത് ഇനിയും ചെയ്യപ്പെടേണ്ടതാണ്. നമുക്ക് അത്തരത്തിലുള്ള വാക്കുകൾ ഇല്ലാതിരിക്കുന്നത് പൗരന്മാരായിരിക്കുന്നവരുടെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ്. ആ വാക്കുകളൊക്കെ നമുക്ക് ഇല്ലാതിരിക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ ഡേറ്റ് ചെയ്യുക എന്ന് പറയുന്നതിന് വലിയ നല്ല വാക്ക് വേണം. അതേപോലെ തന്നെ ഈ പഴയകാല പ്രണയങ്ങളെ പറ്റിയല്ല നമ്മൾ വീണ്ടും പറയുന്നത്, തെരഞ്ഞെടുപ്പും കൂടെ ചേർന്നിരിക്കുന്ന, നമുക്ക് പറ്റിയ ആളാണോ എന്ന് പരിശോധിക്കുന്നതിനെ പറ്റിയുള്ള, അപ്പോൾ അതിനൊക്കെ പറ്റുന്ന പുത്തൻ വാക്കുകളൊക്കെ നമുക്ക് ഉണ്ടാക്കേണ്ടതുണ്ട്. മറ്റേതൊക്കെ ഈ ഒളിച്ചും മറഞ്ഞും ആരും കാണാതെ ചെയ്തിരുന്ന രഹസ്യബന്ധങ്ങളുടേതായ ഒരു വലിയ വാക്കിൻ്റെ സമുച്ചയമായിരുന്നു ഉണ്ടായിരുന്നു. അത് തന്നെ ബുദ്ധിഭ്രംശം വന്നിട്ടൊക്കെ വരുന്ന കാര്യങ്ങളായിട്ടാണ്. എന്തുകൊണ്ട് ഇത് ഇത്ര ഉൾക്കട ശക്തിയോടെ വരുന്നതെന്നുള്ള കാര്യമൊന്നും അന്ന് അറിഞ്ഞുകൂടാ, അത് തെറ്റായിട്ടാണ് കാണുന്നത്. അപ്പം അങ്ങനല്ലാതെ ഏറ്റവും ഇമ്പമുള്ള അനുഭവമായി ഇതിനെ മാറ്റേണ്ടതുണ്ടെന്നും അത് ഏറ്റവും രസകരമായി അനുഭവിക്കേണ്ടതുണ്ടെന്നും അത് തെരഞ്ഞെടുപ്പിനകത്തൂടെ വരേണ്ടതാണെന്നും ഒക്കെയുള്ള നമ്മുടെ പുത്തൻ അറിവുകളിലൂടെ ഉണ്ടാകുന്ന പുതിയ മനുഷ്യബന്ധങ്ങൾക്ക് പറ്റുന്ന വാക്കുകൾ ഇവിടുത്തെ കവികളൊക്കെ കണ്ടുപിടിക്കേണ്ടതുണ്ട്. അതായത് പൗരബോധമുള്ള കവികൾ അവർ പറയേണ്ടത്. അതുകൊണ്ടാണ് നമ്മൾക്ക് ഈ പഴയ വാക്കുകൾ, നമുക്കിപ്പോഴും മലയാളികൾക്ക് ആകെപ്പാടെ ഒറ്റ വാക്കേ ഉള്ളൂ, ഇഷ്ടമേ ഉള്ളൂ. അത് മാങ്ങായും നമുക്ക് ഇഷ്ടമാണ്, തേങ്ങായും ഇഷ്ടമാണ്, മീനും ഇഷ്ടമാണ്, അതിൻ്റെ കൂട്ടത്തിൽ പെണ്ണിനെയും ഇഷ്ടമാണ്, ചെറുക്കനെയും ഇഷ്ടമാണ്. നമുക്ക് ആകെ ഒരു വാക്കേ ഉള്ളൂ, അത്ര പ്രാകൃതമാണ്. ബാക്കിയുള്ള പ്രേമം, പ്രണയം ഇതെല്ലാം സംസ്കൃതത്തിൽ നിന്ന് വന്നത്, അത് മുഴുവൻ ഈ തട്ട് സമൂഹത്തിനകത്തു നിന്ന് വന്നതാണ്. മറക്കരുത്. അതിനെല്ലാം ഈ തരത്തിലുള്ള നിറങ്ങളുണ്ട്. അധികാരത്തിൻ്റെയും ആധിപത്യത്തിൻ്റെയും വിധേയത്വത്തിൻ്റെയും ശൃംഗാരം എന്നൊക്കെ പറഞ്ഞ സാധനങ്ങളൊക്കെ നമുക്ക് ജുഗുപ്സ, നമുക്ക് ശരിക്കും പറഞ്ഞാൽ അറപ്പ് തോന്നുന്ന ഒരു പ്രകടനമാണല്ലോ ഒരു പെണ്ണ് ശൃംഗരിക്കുന്നത്. നമുക്കത് കണ്ടാൽ നമുക്ക് നാണം വരത്തില്ലേ? റെസ്പെക്റ്റ് ഇല്ലാത്ത ഒരാളുടെ പെരുമാറ്റമായിട്ടേ നമുക്കതിനെ കാണാനൊക്കെ തോന്നും. അതേസമയത്ത് നിങ്ങൾ കഥകളിക്കകത്തോ കൂടിയാട്ടത്തിനകത്തോ ഒക്കെ നമ്മൾ പോയി, അല്ലെന്നുണ്ടെങ്കിൽ ഈ മണിപ്രവാള കവിതയ്ക്കകത്തൊക്കെ ശൃംഗരിക്കുന്ന പെണ്ണിനെ നമുക്ക് നാണം, ലിറ്ററലി നാണം വരിക എന്ന് പറഞ്ഞാൽ ഈ ബ്ലഷ് ചെയ്യുന്ന കാര്യമല്ല ഞാൻ പറയുന്നത്. അപമാനം അനുഭവിക്കുന്ന നാണം അത് വരും. അതൊന്നും അല്ല നമ്മൾ ഇന്ന് പ്രണയം കൊണ്ട് പറയുന്നത്. അപ്പം നമ്മൾ പ്രണയം കൊണ്ട് പറയുന്നത് അപ്പുറത്തിരിക്കുന്ന ആൾ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരായി മാറുന്നതിന് ആണോ അല്ലയോ എന്നുള്ള തെരഞ്ഞെടുപ്പും കൂടെ ചേർന്നതാണ് ഇന്നത്തെ പ്രണയം. അതുകൊണ്ട് ജനാധിപത്യ സമൂഹത്തിനകത്തെ തെരഞ്ഞെടുപ്പിൻ്റേതായിട്ടുള്ള പ്രകടനപരമായിട്ടുള്ള പ്രവൃത്തിയാണ് പ്രണയം. പ്രണയത്തിന് പുതിയ വാക്കൊക്കെ വല്ലതും ഈ പറഞ്ഞ പോലെ കവികളൊക്കെ കണ്ടുപിടിക്കട്ടെ.